കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം തീർത്ത് കേന്ദ്രം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വീണ്ടും കേന്ദ്രം വെട്ടിക്കുറച്ചു. ഈ സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിൽ 5,944 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദമായ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തേക്ക് കടമെടുക്കാൻ കേരളത്തിന് ബാക്കിയുണ്ടായിരുന്നത് 12,516 കോടി രൂപയാണ്. ഇതിൽ നിന്നാണ് 5,944 കോടി രൂപ ഒറ്റയടിക്ക് കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക കത്ത് കേന്ദ്രം സംസ്ഥാന ധനവകുപ്പിന് അയച്ചു. ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് കേന്ദ്രം ഇതിന് ന്യായമായി പറയുന്നത്. കേരളത്തിന് ഈ സാഹചര്യത്തിൽ ഇനി കടമെടുക്കാൻ സാധിക്കുക 6,572 കോടി രൂപ മാത്രമാകും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കരാറുകാർക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ വേണ്ടി മാത്രം 20,000 കോടി രൂപയാണ് വേണ്ടിവരിക. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിവരുന്നത് 15,000 കോടി രൂപയിൽ ഏറെയാണ്. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് സാധിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ സംസ്ഥാനത്ത് വൻതോതിലുള്ള പണച്ചെലവ് പ്രതീക്ഷിച്ചിരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഈ ബോധപൂർവമായ നീക്കം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ക്ഷേമപ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.